ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് എത്താറായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ക്രിസ്മസ് റെസിപ്പി ചെയ്യാമെന്ന്. അതിനു മുമ്പായി നിങ്ങളൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയോ? ഞങ്ങളിവിടെ ഒരു ചെറിയൊരു സ്റ്റാറൊക്കെ തൂക്കി ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ. ഈ ഒരു ട്രീ നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് പ്ലാസ്റ്റിക് ആണ്. അതിന് മുകളിൽ അലങ്കരിക്കാനുള്ള ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിന്ന് കപ്പ പുഴുങ്ങിയതും വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടി കുക്കറിലിട്ട് ഒറ്റൊരു വിസിലടിച്ചാൽ മതി നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി തയ്യാർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കപ്പയും വറുത്തരച്ച ചിക്കൻ കറിയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കപ്പ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയാം. നമ്മളിതുപോലെ ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയുമ്പോൾ ഈ ഒരു കപ്പയിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമെന്ന് പറയും. അപ്പോൾ പണ്ട് മുതലേ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ അതുപോലെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു തിളച്ച വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല സാധാരണ കുക്കറിലാണ് കപ്പ വേവിക്കാറെങ്കിൽ അതുപോലെ വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ 1/4 ഭാഗവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഈ ഒരു കപ്പ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ചില കപ്പയൊക്കെ അങ്ങ് ഉടഞ്ഞു കിട്ടില്ല, അതങ്ങ് വേവിച്ച പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ കപ്പ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് വറുത്തെടുക്കേണ്ടത്. ഇത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഇന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രം പോലെയല്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടി നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു 1/4 കഷ്ണം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ ഒരു 3-4 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തേങ്ങയും ജീരകവും മാത്രം വെച്ച് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തരച്ചുണ്ടാക്കുന്ന മീൻകറിക്കായാലും ഇതേ രീതിയിൽ തന്നെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതാ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്.
തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം പൊടികളും ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മാത്രം ചേർക്കുന്നത്. നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല എങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ചിക്കൻ കറി ഞാൻ അധികം എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിനി നല്ല എരിവൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയുടെ അളവിലും വ്യത്യാസം വരുത്തണം. ഇനി ഈ പൊടികൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റണം. ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ കിടന്ന തേങ്ങയും പൊടികളും ഒക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു തേങ്ങ വറുത്തത് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഏലക്കയും 1 ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കിലോ ചിക്കന് അനുസരിച്ചിട്ടുള്ള സവാളയുടെയും തക്കാളിയുടെയും കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഇന്ന് 1 സവാളയും 1 തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ സവാള നമുക്കിനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ അധികം സവാളയുടെയും തക്കാളിയുടെയും ഒന്നും ആവശ്യമില്ല, കാരണം ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാകും. അപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളിയുമാണ് ചതച്ചെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 തക്കാളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോഴും ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളിയും ഉള്ളിയും ഒക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചിക്കൻ്റെ കളർ ഒന്ന് മാറി ഒരു വൈറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റേ വേണ്ടൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ കളർ ഒന്ന് മാറി തുടങ്ങും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ്റെ പീസ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കാരണം ഇനി ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഞാൻ കറക്റ്റ് ഇതൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള രീതിയിലേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രേവിയിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് കൂടിയ തീയിൽ ഒരു വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്യാം.
ആ ഒരു വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ചിക്കനും അരപ്പും ഒക്കെ ഒരുമിച്ചങ്ങ് ഒരേ രീതിയിൽ വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം ലാഭമാണ്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കുറച്ചൊന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചങ്ങ് വെന്തോളും. അപ്പോൾ ഇതാ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണുള്ളത്. നമ്മുടെ ചിക്കൻ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം മുകളിലൊക്കെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുമ്പോൾ കുറച്ചൊരു യെല്ലോ കളറിലാണ് കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കളറല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പ് നന്നായിട്ട് വെന്ത് എല്ലാം കൂടി നല്ല പാകത്തിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിക്കഴിക്കേ വേണ്ടൂ. കപ്പ പുഴുങ്ങിയതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കപ്പ പുഴുങ്ങിയതാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ആൾക്കാർ ഇതിന് തേങ്ങ ചിരകിയതൊക്കെ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് പാൽക്കപ്പയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പാൽക്കപ്പയും ചിക്കൻ കറിയും ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ അതാ ഇതുപോലൊരു മൺപാത്രം എടുത്ത് അതിലേക്ക് ഇനി നമുക്ക് കപ്പ വിളമ്പി കൊടുക്കാം. ഈ ഒരു മൺപാത്രങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കുന്നതാണ്. നല്ല പാത്രമാണ്. ഈ ഒരു കപ്പയൊക്കെ ഇതിൽ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കപ്പ നമ്മൾ വിളമ്പിക്കഴിഞ്ഞു. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.